ഒരു നിരപരാധി. ഞാൻ ദിലീപിനെ നിരപരാധി എന്നും പറയുന്നില്ല, ഇപ്പോൾ അക്യൂസ്ഡ് എന്നും, അതായത് കുറ്റാരോപിതൻ. അയാൾക്ക് പൂർണ്ണമായിട്ടും ക്ലീൻ ചിറ്റും കൊടുക്കുന്നില്ല. കാരണം ഇത് ഫർദറായിട്ടുള്ള കോർട്ടിലൊക്കെ വരട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദിലീപ് വലിയ സ്വാധീനമുള്ളൊരു വ്യക്തിയാണ്. ഇന്ന് മീഡിയയിൽ പറയുന്ന, ദിലീപിനെ അനുകൂലിച്ച് പറയുന്ന പല ആൾക്കാരും പല രീതിയിൽ പറയുമ്പോഴും മനസ്സിലാക്കേണ്ടത്, ദിലീപ് ഒരു പ്രോപ്പറായിട്ടുള്ള ജെനുവിൻ പേഴ്സൺ അല്ല. മലയാള സിനിമയിൽ ഒരു കീടമാണ്. എല്ലാ രീതിയിലും തച്ചുടയ്ക്കാനും തകർത്തുടയ്ക്കാനും ഇത് മുഴുവനും കോൺഫിസ്കേറ്റ് ചെയ്യാനും വേണ്ടി അയാൾ പല തന്ത്രങ്ങളും ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ആലുവയിൽ ആലുവ അവിടെ അയാളുടെ വീടുമായിട്ട് കണ്ട് 1.5 കിലോമീറ്റർ ദൂരെയാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ആ നാട്ടുകാർ ഇയാളോട്ട് പരിചയമുള്ള, കാരണം ആലുവ ഒത്തിരി സിനിമാക്കാരുടെ ഏറിയയാണ്. എനിക്ക് ആൾക്കാരോട്ട് വലിയ ബന്ധമൊന്നുമില്ല സിനിമാക്കാരുമായിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഭവത്തിനകത്ത് ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് ആരാണ് ഇതിൻ്റെ പിറകിൽ. ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആരാണ്? അതൊരു സാധാരണ ഒരു മനുഷ്യൻ്റെ ചോദ്യമാണ്. ആ ദുരൂഹത മാറ്റുക എന്ന് പറയുന്ന സ്റ്റേറ്റും പോലീസും ഈ പറയുന്ന പ്രോപ്പറായിട്ടുള്ള പ്രോസിക്യൂഷനുമാണ്. അത് ഫർദർ എങ്ങനെ ഇത് തെളിയിക്കാൻ സാധിക്കും, അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഇനിയുള്ള സംഭാഷണങ്ങളൊക്കെ പോകേണ്ട. അല്ലാതെ ഞാൻ ഒരു കാര്യം പറയാം, നമുക്കൊരു തെറ്റ് കാണിച്ചു, ആ തെറ്റ് കാണിച്ച ആളെ പറ്റി അറിയണം ആരാണ് പിറകിൽ, എന്തുകൊണ്ട് ചെയ്തു, എന്തൊക്കെയാണ് കാരണങ്ങൾ. അല്ലാതെ ആ ഒരു പാർട്ട് മാത്രം ആയിട്ട് പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക്, ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിനും അതേപോലെ നമ്മുടെ പോലീസ് സംവിധാനത്തിനും ശരിയായ നടപടിയല്ല. അത് ഉറപ്പായിട്ടും അവരെ കണ്ടെത്തി അവരെ ഫിക്സ് ചെയ്യുക തന്നെ ചെയ്യണം. ദിലീപ് അല്ലെങ്കിൽ എക്സ് ഓർ വൈ, അത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അവരാണ് മുൻകൈ എടുത്ത് ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കേണ്ടത്.